ടാനിയ, ഒരാള് ഒരു ദിവസം എത്ര വാക്കുകൾ സംസാരിക്കുമെന്നാണ് ഒരു ഐഡിയ ഉള്ളത്? ഒരു 4000 മുതൽ 6000 വരെ ആൾക്കാർ സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെ. ഞാനൊരു 2000 ഒക്കെയാ സംസാരിക്കാറുള്ളൂ. കറക്റ്റാണ് അത് പറഞ്ഞത്. ജനറലി അതാണ്. അതുപോലെ തന്നെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ സംസാരപ്രിയർ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും ഏകദേശം ഒരുപോലെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഉവ്വ്. മിണ്ടാത്തവരും ഉണ്ട്, മിണ്ടുന്നവരും ഉണ്ട്. പക്ഷേ പൊതുവെ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഉള്ള എബിലിറ്റി കൂടുതലുള്ളത് സ്ത്രീകൾക്കായതുകൊണ്ട് യെസ്. തന്നെ കൂടുതൽ സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ള ടെൻഡൻസി ഉള്ളത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണ്. തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ ട്രെയിനിലും ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൂടെ ഇരിക്കുന്ന അപരിചിതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി എങ്ങനെയാണ്? ഞാൻ അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് മിണ്ടിയിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് കുറേ പേര് മിണ്ടാറുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവെ അത് കാരണം അറിയത്തില്ലാത്തവരായതുകൊണ്ട് എനിക്ക് ചെറിയ മടിയുണ്ടെങ്കിലും അവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കേട്ടിരിക്കാറുണ്ട്. പിന്നെ അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടിയൊക്കെ മറുപടി പറയാറുണ്ട്. പറയാറുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യാറില്ല അല്ലേ സംസാരിക്കാനായിട്ട്? എനിക്ക് സംസാരിച്ച് തുടങ്ങിയ വിഷയമില്ല. പക്ഷേ യെസ്. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. കാരണം ഉണ്ട്. ഇന്നത്തെ കാലമാണ്, എനിക്ക് അറിയത്തില്ലാത്ത ആൾക്കാരാണ്, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അല്ലാണ്ട് യെസ്. മിണ്ടാൻ വിഷയമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തിനാ ഇതൊക്കെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പുതിയ ഒരു ഗവേഷണം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർക്ക് കോൺഫിഡൻസ് കൂടും, അവർ ഹാപ്പിയാണ്, അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളൊരു പഠനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു ആൾക്കാരുടെ അടുത്ത് മിണ്ടിക്കഴിയുമ്പോൾ നമ്മളെ അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ. സ്പേസ് ഉണ്ട്. നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, നമ്മളെ അവർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു സാധനമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. യെസ്. അറിയത്തില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് എന്തും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് യെസ്. അവിടെ. അവിടെ നമ്മുടെ ഈ സംസാരിക്കാനുള്ള കഴിവ് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ കുറഞ്ഞു വരുന്നു എന്ന ഒരു പൊതുവെ ഒരു നിരീക്ഷണമുണ്ട്. പ്രത്യേകിച്ചും ഈ മൊബൈൽ ഫോണൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുമ്പിട്ടിരിക്കുന്നു. പരസ്പരം മുഖത്തോട് മുഖം നോക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. വർത്തമാനം പറയാൻ മാത്രമല്ല, നമ്മൾ ഒരാൾ സംസാരിച്ചാൽ അവരെ കേട്ടിരിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറയുകയാണ്. കുറഞ്ഞു വരികയാണ്. ഒട്ടും Yes. അറ്റൻഷൻ സ്പാൻ ഇപ്പം ആർക്കും ഇല്ല. നമ്മൾ ഈ ഫോൺ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് സംസാരിക്കുന്നില്ല, എങ്കിലും അതും ഒരു വലിയ ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ ഇപ്പോൾ അച്ഛനും മക്കളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെയുള്ള സംസാരം, അതിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെ നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുവോ സംസാരിക്കുന്നുവോ അവിടെ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാവുകയും ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനുള്ള കുടുംബങ്ങളിൽ ഏറ്റവും നല്ല ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഇപ്പൊ എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കില്ല, എങ്കിലും ഇത് മൊത്തത്തിൽ സംസാരം ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുക. കാരണം ലോൺലിനെസ്, അതുപോലെ ഡിപ്രഷൻ, ഓവർ തിങ്കിങ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതെ. ഇതുമൂലം വരികയാണ്. ഇതൊക്കെ കുറേ സ്റ്റേജസ് കഴിഞ്ഞാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടങ്ങുന്നത് നമ്മൾ ആരോടും മിണ്ടാനില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. യെസ്. അപ്പോൾ സംസാരം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതാണ്. എവിടെയാണോ സംസാരം കുറയുന്നത്, കമ്മ്യൂണിക്കേഷൻ കുറയുന്നത്, അവിടെ ഈ ബന്ധങ്ങളുടെ ജീവനും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കുക, യെസ്. പുതിയ ആൾക്കാരോട് മിണ്ടാൻ ശ്രമിക്കുക, അങ്ങനെ മൊത്തത്തിൽ ലൈഫ് അടിപൊളിയാക്കാൻ ശ്രമിക്കുക. അടിപൊളിയായി മുന്നോട്ട് പോട്ടെ. എന്തായാലും ഈ ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്. കൂടെയുള്ളത് ആർഷി വിമൻ ആൻഡ് ടാനിയ.